Hey friends, welcome to another video. നിങ്ങളൊരു ആക്ഷൻ ക്യാമറ അല്ലെങ്കിൽ DSLR യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ഈവൻ നിങ്ങളൊരു സ്മാർട്ട് ഫോണിൽ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ഒരാളാണെങ്കിൽ പോലും ദിസ് വിൽ ഹെൽപ്പ് യു. നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും ND ഫിൽറ്റേഴ്സ് ഓർ ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റേഴ്സ്. ഇത് എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ND ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാമറയ്ക്കുള്ള ഒരു സൺഗ്ലാസസ് ആണ്. ബേസിക്കലി നമ്മൾ സൺഗ്ലാസസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നോർമൽ വിഷനും സൺഗ്ലാസസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം മേ ബി റിബാൻ അതുപോലെയുള്ള പ്രീമിയം സൺഗ്ലാസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വിഷനും രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു സണ്ണി ഡേയിൽ അല്ലെങ്കിൽ ക്ലൗഡി ആയിട്ടുള്ളൊരു ഡേയിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു സൺഗ്ലാസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്ലിയർ വിഷൻ കിട്ടും. സോ ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റേഴ്സ് ഓർ ND ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഇതേ ഫംഗ്ഷൻ തന്നെയാണ് നമ്മുടെ ക്യാമറയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക്കലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ND ഫിൽറ്റേഴ്സ് ഉണ്ട്. CPL ഓർ പോളറൈസിങ് ഫിൽറ്റർ, ND8, ND16, ND32 എന്ന് പറഞ്ഞിട്ട്. ബേസിക്കലി ഒരു CPL ഫിൽറ്റർ ചെയ്യുന്നത് ഒരു പോളറൈസിങ് ഇമ്പാക്റ്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റേഴ്സിലോട്ട് പോകുമ്പോൾ ലൈക്ക് ND8 ഓർ ND16 ഓർ ND32 ഓർ ഈവൻ ഹയർ, അത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഹെവി സണ്ണി ആയിട്ടുള്ളൊരു ഡേയിൽ നമ്മുടെ ഫോട്ടോസിലും വീഡിയോസിലും ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കുറയ്ക്കണമെങ്കിൽ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് അല്ലെങ്കിൽ വീഡിയോസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ഡെൻസിറ്റി ഹയർ റേഷ്യോ ഉള്ള ഫിൽറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേസമയം നമ്മൾ മോർണിംഗിലാണ് അല്ലെങ്കിൽ ഈവനിങ്ങിലാണ് അത്രത്തോളം സൺലൈറ്റ് കിട്ടാത്ത ടൈം ആണെങ്കിൽ നമ്മളൊരു ND8 അല്ലെങ്കിൽ ND16 നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നോർമലി നമ്മൾ ND8 അല്ലെങ്കിൽ ND16 അല്ലെങ്കിൽ ND32 ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ക്യാമറയിലേക്ക് വരുന്ന സൂര്യപ്രകാശം അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചിട്ട് വേവ് ലെങ്സ് കുറച്ചിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാനാണ് ഈ ND ഫിൽറ്റേഴ്സ് നമ്മളെ സഹായിക്കുന്നത്. ഞാൻ ബേസിക്കലി ഒരു ബഡ്ജറ്റ് ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, DJI Action 3 എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് ഈസ് എ വെരി ഗുഡ് ക്യാമറ. മോസ്റ്റ്ലി ഐ യൂസ് ഇറ്റ് വിത്ത് ഓട്ടോമാറ്റിക് സെറ്റിംഗ്സ്. ഐ ഡോണ്ട് മെസ് വിത്ത് എ ലോട്ട് ഓഫ് സെറ്റിംഗ്സ് ഇൻ ദിസ് ക്യാമറ. പക്ഷേ ഈ ക്യാമറയിൽ നല്ല സണ്ണി ഡേയിൽ ആഫ്റ്റർനൂൺ ഒക്കെ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ബ്രൈറ്റ്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് ലഭിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ND ഫിൽറ്റേഴ്സ് ഒന്ന് ട്രൈ ചെയ്യാൻ ഡിസൈഡ് ചെയ്തത്. ഞാൻ ഇവൻച്വലി പർച്ചേസ് ചെയ്തത് ടെലിസിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ DJI Action 3 ഓർ Action 4 ക്യാമറാസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ND ഫിൽറ്റേഴ്സ് ആണ്. ഈ ND ഫിൽറ്റേഴ്സ് വാങ്ങുമ്പോൾ ബേസിക്കലി എനിക്ക് ലഭിക്കുന്നത് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് ആണ്. ഒരു CPL ഫിൽറ്റർ ഉണ്ടാവും, പോളറൈസിങ് ഫിൽറ്റർ, ഒരു ND8 ഫിൽറ്റർ, ആൻ ND16 ഫിൽറ്റർ ആൻഡ് ആൻ ND32 ഫിൽറ്റർ. ബേസിക്കലി CPL ഫിൽറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിൽ അല്ലെങ്കിൽ വീഡിയോസിൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഫോർ ഇൻസ്റ്റൻസ് നമ്മളൊരു വാട്ടർ ബോഡിയുടെ, അതായത് ഒരു പുഴയുടെയോ അല്ലെങ്കിൽ കടലിൻ്റെയോ ഏതെങ്കിലും ഒരു ജലാശയത്തിൻ്റെയോ ഒക്കെ ഫോട്ടോ നമ്മൾ എടുക്കുന്ന ടൈമിൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ജലാശയത്തിൽ പതിച്ചതിന് ശേഷം നമ്മൾ ആ ഇമേജ് ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കില്ല അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കില്ല നമുക്ക് ലഭിക്കുക. ആ ഒരു പ്രോബ്ലം ഈ CPL ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഇത് CPL ഫിൽറ്ററിൻ്റെ കേസ്, പോളറൈസിങ് ഫിൽറ്ററിൻ്റെ കേസ്. നൗ മൂവിങ് ടു ദി ND ഫിൽറ്റേഴ്സ് ഓർ ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റേഴ്സ്. ND8 ഫിൽറ്റർ ആണെങ്കിൽ ഒത്തിരി സണ്ണി അല്ലാത്ത ടൈമിൽ, അതായത് മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്ന ടൈമിൽ റിഫ്ലക്ഷൻസ്, സൺലൈറ്റിൻ്റെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലൈറ്റ്സിൻ്റെ ഓവർ എക്സ്പോഷർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ND8 ഫിൽറ്റർ അല്ലെങ്കിൽ ND4 ഫിൽറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു മീഡിയം ലെവൽ ഓഫ് സൺലൈറ്റ് ആണ്, മീഡിയം ലെവൽ ഓഫ് ലൈറ്റിംഗ് കണ്ടീഷൻസ് ആണ്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ND16 യൂസ് ചെയ്യാവുന്നതാണ്. എക്സ്ട്രീംലി സണ്ണി ആയിട്ടുള്ള കണ്ടീഷനാണ്, എക്സ്ട്രീംലി ബ്രൈറ്റ് ആണ് എൻവയോൺമെൻറ്റ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ND32 അല്ലെങ്കിൽ ND64 ഫിൽറ്റേഴ്സ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ND32 ഫിൽറ്റർ അല്ലെങ്കിൽ ND64 ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹയർ ന്യൂട്രൽ ഡെൻസിറ്റി വാല്യൂ ഉള്ള ലെൻസസ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ എക്സ്ട്രീംലി ബ്രൈറ്റ് സിറ്റുവേഷൻസ് ആയിരിക്കണം എന്നുള്ളതാണ്. അല്ല എങ്കിൽ ഇമേജസിൽ ഗ്രെയിൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ND ഫിൽറ്റർ കറക്റ്റായിട്ടുള്ള ND ഫിൽറ്റർ ആയിരിക്കണം നമ്മളെപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ ഇതുപോലെയുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോ തരത്തിലുള്ള ND ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഈ വിഷ്വൽസ് എങ്ങനെ ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഞാൻ എൻ്റെ DJI Action 3 ഒരു ഫിൽറ്ററും യൂസ് ചെയ്യാതെ അതിൻ്റെ നോർമൽ വിഷൻ ഒരു ബ്രൈറ്റ് ആൻഡ് സണ്ണി ഡേയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്
കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും, ഈ വിഷ്വൽസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ബ്രൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാപ്ചർ ആവുന്ന വീഡിയോ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് നമുക്ക് ക്യാമറയിലെ ഷട്ടർ സ്പീഡും ഡിഫറെൻറ്റ് വൈറ്റ് ബാലൻസും അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇൻറ്റേർണലി. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരു ND ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് ക്യാമറയിലെ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് വരുത്താതെ തന്നെ ഇത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് CPL ഫിൽറ്റർ ഞാൻ DJI Action 3ൽ അപ്ലൈ ചെയ്യുവാണ്. CPL ഫിൽറ്റർ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ക്യാമറയുടെ വിഷ്വൽസിൽ വന്ന ചേഞ്ചസ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓവർ ബ്രൈറ്റ്നസ് ഒന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇവൻച്വലി CPL ഫിൽറ്റർ ചെയ്യുന്നത് ഒരു പോളറൈസിങ് ഇമ്പാക്റ്റ് നമ്മുടെ വിഷ്വൽസിലേക്ക് കൊണ്ടുവരികയാണ്. ബ്രൈറ്റ്നസ് റെഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ബട്ട് സ്റ്റിൽ CPL ഫിൽറ്റർ എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫിൽറ്റർ അല്ല. ഇവൻച്വലി CPL ഫിൽറ്റർ ഒരു പോളറൈസിങ് ഇമ്പാക്റ്റ് മാത്രമാണ് നമ്മുടെ വിഷ്വൽസിലേക്ക് കൊണ്ടുവരുന്നത്. ഇതോടൊപ്പം മോഷൻ ബ്ലർ, നമ്മൾ മൂവിങ് വിഷ്വൽസ് ആണ് ക്യാപ്ചർ ചെയ്യുന്നതെങ്കിൽ ഡിഫോൾട്ട് ക്യാമറയുടെ വിഷ്വൽസ് എന്ന് പറയുന്നത് നമ്മുടെ വ്യൂവേഴ്സിന് ഒരു സ്മൂത്ത് ഇമ്പാക്റ്റ്, അതായത് രണ്ട് സൈഡിലെയും ഓബ്ജക്ട്സ് മൂവ് ആകുന്നത് ഒരു പ്യുവർ ബ്ലേർഡ് ഇഫക്റ്റോട് കൂടി ആണെങ്കിൽ വ്യൂവേഴ്സിന് ഒരു ബെറ്റർ വ്യൂവിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക. CPL ഫിൽറ്ററിൽ ഈ മോഷൻ ബ്ലറിൻ്റെയും ഒരു ലിമിറ്റഡ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതോടൊപ്പം ഒരു ഫുൾ പോളറൈസിങ് ഇമ്പാക്റ്റ് നമ്മുടെ വീഡിയോയിൽ CPL ഫിൽറ്റർ നൽകുന്നതാണ്. സോ യു ക്യാൻ ക്ലിയർലി സീ ദ ഡിഫറൻസ് ഇൻ യൂസിങ് എ CPL ഫിൽറ്റർ വെൻ കമ്പയറിംഗ് ടു യൂസിങ് നോ ഫിൽറ്റേഴ്സ് അറ്റ് ഓൾ. നെക്സ്റ്റ് ഞാൻ CPL ഫിൽറ്റർ റിമൂവ് ചെയ്തതിന് ശേഷം ND8 ഫിൽറ്റർ DJI Action 3ൽ അപ്ലൈ ചെയ്യുവാണ്. ND8 ഫിൽറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് റെഡ്യൂസ് ആവുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. CPL ലെൻസാണ് ശരിക്കും പോളറൈസിങ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നതെങ്കിൽ പോലും ND8 ഫിൽറ്റർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്ട്രാ ബ്രൈറ്റ്നസ് ഉള്ളൊരു ഡേയിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് ലഭിക്കുന്നതിന് ഈ ND ഫിൽറ്റേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദിസ് ഈസ് ജസ്റ്റ് ND8 ആൻഡ് യു ക്യാൻ സീ ഹൗ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ CPL ഫിൽറ്റർ ആൻഡ് ഫ്രം യൂസിങ് നോ ഫിൽറ്റേഴ്സ് അറ്റ് ഓൾ. അതോടൊപ്പം ഈ ND8 ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മോഷൻ ബ്ലർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഓൾറൈറ്റ്, നെക്സ്റ്റ് ഞാൻ ND8 ഫിൽറ്റർ റിമൂവ് ചെയ്തതിന് ശേഷം ND16 ഫിൽറ്ററാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ND16 ഫിൽറ്റർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വിഷ്വൽസ് വീണ്ടും ഒന്നുകൂടെ ക്ലിയർ ആയിട്ടുള്ളതായിട്ട്, ബെറ്റർ ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതോടൊപ്പം ക്ലിയർ ആയിട്ട് നമുക്ക് വീണ്ടും മോഷൻ ബ്ലറും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. മോഷൻ ബ്ലേർഡ് അപ്ലൈ ആയിരിക്കുന്നത് കൊണ്ടാണ് മൂവിങ് വിഷ്വൽസിൽ രണ്ട് വശങ്ങളിലുമുള്ള ഓബ്ജക്ട്സ് ഒരു സ്മൂത്ത് സെയിലിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ഗിവ് ദി യൂസർ a smoothness while he's watching the video. നെക്സ്റ്റ് ND16 ഫിൽറ്റർ റിമൂവ് ചെയ്തതിന് ശേഷം ND32 ഫിൽറ്ററാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ND32 എന്ന് പറയുന്നത് ന്യൂട്രൽ ഡെൻസിറ്റി ഹയർ ഫിഗർ ആയതുകൊണ്ട് തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ മാത്രമേ ഈ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ നമ്മുടെ വിഷ്വൽസിൽ ഗ്രെയിനി ഇഫക്റ്റ് അത് ഉണ്ടാക്കുന്നതാണ്. സോ ദാറ്റ് വാസ് എ ക്വിക്ക് വീഡിയോ അബൌട്ട് ദ ND ഫിൽറ്റേഴ്സ് ഓൺ your action camera. So this was TELESIN's neutral density filters. ഞാൻ ഈ ഫിൽറ്റർ യൂസ് ചെയ്തതിന് ശേഷം ഐ ക്യാൻ ക്ലിയർലി സീ എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ ദ വിഷ്വൽസ്. സോ നിങ്ങൾ ഒരു ആക്ഷൻ ക്യാമറ അല്ലെങ്കിൽ DSLR യൂസ് ചെയ്യുന്ന ഒരു യൂസർ ആണെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സജസ്റ്റ് യു ടു യൂസ് സം സോർട്ട് ഓഫ് ആൻ ND filter for your camera. So that will enhance the visuals that you capture. Alright friends, so thank you so much for watching this video. ഇതുപോലെയുള്ള പ്രോഡക്ട്സിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് മലയാളത്തിൽ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thanks again friends. Please do stay tuned for similar sort of videos and you all have a great day ahead.